പറഞ്ഞോ താൻ? ഞാൻ തർക്കിച്ചും ബഹളം വെച്ചും ഒക്കെ നോക്കിയതാ. പക്ഷേ കളക്ടറെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. പിന്നെ അല്ല എനിക്ക് പറയേണ്ടി വന്നു. താൻ എന്ത് കഴുതയാടോ! എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് അവസാനം തന്നെ ഒറ്റിക്കൊടുത്തല്ലേ? മാഡം, എനിക്ക് എന്റെ ജോലിയാ പ്രധാനം. ഇനി ഒരു സംഭവം ഉണ്ടായാ എന്നെ സർവീസിൽ നിന്നും പിരിച്ചുവിടുമെന്നാ കളക്ടർ സാറ് പറഞ്ഞിരിക്കുന്നത്. എന്നെ ഇനി ഒരു കാര്യത്തിന് വിളിക്കുകയും വേണ്ട, എനിക്കിനി ഒന്നിലും ഇടപെടാനും പറ്റില്ല. അയാളെല്ലാം ശ്യാമയോട് പറഞ്ഞു കഴിഞ്ഞു. അവള് ജില്ലാ കളക്ടറെ കൊണ്ട് അയാളെ വിളിപ്പിച്ചെന്ന്. അപ്പോ എല്ലാം അവസാനിച്ചോ മാഡം? ഇല്ല മാലിനി, അങ്ങനെ എല്ലാം അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നാളെ ശ്യാമയെ കാണുന്നതിന് മുൻപ് രാധിക ഒപ്പിട്ട പ്രമാണങ്ങൾ എന്റെ കയ്യിലുണ്ടായിരിക്കണം. അതെങ്ങനെ നടക്കും? എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നടക്കും. ഇന്നത്തെ ദിവസം രാധിക ക്ഷേത്രദർശനം നടത്തുന്നത് ഏതമ്പലത്തിലാണെന്ന് എനിക്ക് നന്നായി അറിയാം. അവിടെ വെച്ച് ഞാൻ അവളെ കാണും. അവിടെ വെച്ച് അതൊക്കെ ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്യും. ശ്യാമമ്മയുടെ എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികയോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? സ്വന്തം അമ്മയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുപോലും മറച്ചു വെച്ചിട്ടല്ലേ അവൾ ഇരിക്കുന്നേ. അപ്പോ അവൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് അവളുടെ അടുത്തെത്തണം. ഇത് ജീവൻ മരണ കളിയാ. അതെ, ഒന്ന് വേഗം പോ. നിങ്ങൾ നല്ലവളാണെന്ന് തോന്നിയിട്ടൊന്നുമല്ല ഞാൻ ഇതുവരെ നിങ്ങളെ കൂടെ നിർത്തിയത്. ഞാൻ ജീവിച്ചു തുടങ്ങിയ കാലം മുതല് നിങ്ങൾ എന്നോടും അഖിൽ സാറിനോടും ചെയ്ത കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്. എന്നിട്ട് ഞാനതൊക്കെ സഹിച്ചു. അതെന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ മോള് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരിടത്ത് ഉണ്ടായിരിക്കും എന്നുള്ള എന്റെ വിശ്വാസമാ. നാണമില്ല ഐശ്വര്യ നിനക്ക്? ഇത്രയും കാലം ശ്യാമ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ സ്വന്തം ഇഷ്ടത്തിന് ചെലവാക്കിയില്ലേ? നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് കിടന്നുറങ്ങുമ്പോ മകളെ ഓർത്ത് വിഷമിച്ച് ഒരു മൂലക്കിരുന്ന് കരയായിരുന്നില്ലേ ഈ പാവം?
നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത്? പാട്ടുപാടാൻ മാത്രം അറിയാവുന്നൊരു വിഡ്ഢിയായ പെണ്ണ് മാത്രമാണ് ഞാനെന്നോ? നിങ്ങളിപ്പോ ഉപദ്രവിക്കാൻ ശ്രമിച്ചതേ എന്റെ മോളെയാ. അവൾക്കൊരു പോറലെങ്കിലും ഏറ്റാ. എന്നെ ചതിച്ച് നീ വാരി കൂട്ടിയതില് ഒരു തരി പോലും അനുഭവിക്കാൻ ഞാൻ നിന്നെ വിടില്ല. എല്ലാം അവസാനിപ്പിച്ചിട്ട് ഇതുവഴി മടങ്ങിക്കോണം. അല്ലെങ്കിൽ ഒരു അമ്മയുടെ പക എന്താന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരും. മനസ്സിലായോടി? എന്താടി, നീ നിന്റെ കൊച്ചമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണോ? നീ ആരാണ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവളുണ്ടല്ലോ, ഈ ഐശ്വര്യ, ഇവൾക്ക് കഷ്ടപ്പെട്ട മാത്രം കിട്ടുന്ന കൂട്ടാളികളാ നിന്നെ പോലുള്ളവര്. പക്ഷെ എനിക്കോ എന്റെ മകൾക്കോ സുരക്ഷിതത്വം വേണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ നിന്നെ പോലുള്ള ആയിരങ്ങൾ വന്ന് കാവൽ കിടക്കും.